കണ്ടക്ട് ചെയ്യുന്നൊരു ട്രെയിനിൻ്റെ അകത്ത് ഏകദേശം 300ഓളം പാരാ കമാൻഡോസ്, അതിൻ്റെ അകത്ത് ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാം കൂടെ 200 പേരോളം 250 പേരോളം ട്രെയിനിൽ പോകാൻ ശ്രമിച്ചു. ഈ ട്രെയിനാണ് ഇവർ ബ്ലാസ്റ്റ് ചെയ്തേക്കുന്നത്, അല്ല ജാഫർ എക്സ്പ്രസ് അല്ല. ആദ്യം അത് മനസ്സിലാക്കുക. ജാഫർ എക്സ്പ്രസ് മേളിൽ കിടക്കുക, അതിൻ്റെ ബന്ധുക്കളെ വെച്ചേക്കുവാണ്. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ. ഞാൻ ഇവരെ മുഴുവനായിട്ട് കുറ്റം പറയുമല്ല, ഇവർ കോമൺ സെൻസിലാണ് ആലോചിക്കേണ്ടത്. എന്നിട്ട് ഇത് കൺഫേം ചെയ്യണം, അറിയാവുന്നവർ വിളിച്ച് ചോദിക്കണം. ഇതെങ്ങനെയാണ് ഇപ്പോഴും ഈ ട്രെയിൻ പകൽ സമയത്ത് ബ്ലാസ്റ്റ് ട്രെയിൻ അവിടെ ബന്ധുക്കളാക്കിയേക്കുന്ന രാത്രിയിലാണ്? ഇങ്ങനെ പകൽ സമയത്ത് അത് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. കോമൺ സെൻസാണ് ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. പിന്നീട് ഇവർ ബ്ലാസ്റ്റ് ചെയ്തു എന്ന് എവിടെയും പറയുന്നില്ല, പാകിസ്ഥാൻ ഗവൺമെൻറ്റും പറയുന്നില്ല ബ്ലാസ്റ്റ് ചെയ്തു എന്ന്. കാരണം ആ ട്രെയിൻ തടഞ്ഞു, അതിൻ്റെ ട്രെയിനിൻ്റെ ഡ്രൈവറെ ശരിക്കും ഇൻജുവേർഡ് ആക്കി ട്രെയിൻ പിടിച്ചെടുത്തു. ഇതാണ് പാകിസ്ഥാൻ ഗവൺമെൻറ് പട്ടാളം പറയുന്നത്. എഗ്രീഡ്. അപ്പോഴങ്ങനെ ഇവിടെ ബ്ലാസ്റ്റ് ഉണ്ടായത്. ഞാനിതാ പറഞ്ഞു, അവർ റെയിൽവേ ലൈൻ മുഴുവൻ ഒരു ബ്ലാസ്റ്റും, സമതലത്തിൽ കൂടെ പോകാൻ പോലും, അതായത് പ്ലെയിൻ ടെറൈനിൽ കൂടെ പോലും ആ ഭാഗത്ത് ട്രെയിൻ എത്താൻ പാടായ രീതിയിൽ അത് BLA ആക്കി തീർത്തു. ഇതാണ് ആദ്യമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ ഇവർ ചെയ്ത, ബ്ലാസ്റ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോ അവർ പുറത്തു വിട്ടു. എന്നിട്ട് അതിനകത്ത് ഈ ട്രെയിൻ അങ്ങ് മറിഞ്ഞു. എന്നിട്ട് ഇവിടുന്ന് ഈ BLA ഇതിനകത്ത് മുഴുവൻ പട്ടാളക്കാരും ഡോക്ടേഴ്സും കമാൻഡോകളും അവരെ ഫയർ ചെയ്ത് കൊന്നു. അതിൻ്റെ കണക്ക് ഇന്നും പാകിസ്ഥാൻ പറഞ്ഞിട്ടില്ല. അപ്രോക്സിമേറ്റ് ഏകദേശം 500-ന് മുകളിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട്. ഇനി അടുത്ത സംഭവം, അടുത്ത പോയിന്റ്. ആദ്യം പാകിസ്ഥാൻ ഗവൺമെൻറ് പറഞ്ഞു 300, പിന്നെ അത് 400 ട്രെയിൻ പാസഞ്ചേഴ്സ്, അതായത് ജാഫർ എക്സ്പ്രസ്സിൽ ട്രാവൽ ചെയ്യുന്നവർ. പിന്നീട് അവർ പറഞ്ഞു 165 പേരെ അവർ ഫ്രീ ചെയ്തു. ഈ 165 പേരെ ഫ്രീ ചെയ്ത് ഈ അവരെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പ്രായമുള്ളവരെ വിട്ടുകൊടുത്തുക. അവർക്കൊന്നും ഇഞ്ചുവേർഡൊന്നും ആയിട്ടില്ലേ. ഫ്രീ ചെയ്ത് കഴിഞ്ഞാൽ ഫയറിങ് ഉണ്ടാവത്തില്ലേ, തിരിച്ച് ഫയറിങ് ഉണ്ടാവത്തില്ലേ. അവർ ഫ്രീ. എന്നിട്ട് ഈ സ്ത്രീകളും കുട്ടികളും അവിടെയുള്ള ലോക്കൽ ചാനൽസ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞത് നല്ല പോലാണ് ഇവർ പെരുമാറിയത്. അവർക്ക് വെള്ളം കൊടുത്തു, ആഹാരം കൊടുത്തു. അപ്പോൾ പാകിസ്ഥാൻ ഗവൺമെൻറ്റും പാകിസ്ഥാൻ ആർമി എന്താ പറഞ്ഞ്, ഈ സ്ത്രീകളെ ഹ്യൂമൻ ഷീൽഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ തെറ്റാലോചിച്ച് എത്ര വലിയ ഡിസ്ക്രിപ്ഷൻ അന്ന് ആലോചിച്ച് നോക്കുക. മറ്റൊന്ന്, പാകിസ്ഥാൻ പട്ടാളം ഗവൺമെൻറ്റും പറയുന്നു ഈ ട്രെയിനിൻ്റെ അകത്ത് ഒരു പട്ടാളക്കാരൻ പോലും ഇല്ല. ഈ ട്രെയിനിൽ, അതായത് ജാഫർ എക്സ്പ്രസ്സിനകത്ത് ഒരു മിലിറ്ററി കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി ബലൂച്ച് പറഞ്ഞു കഴിഞ്ഞ് ഏകദേശം 100-ലധികം മിലിറ്ററിക്കാരെ അവർ തടവിൽ വെച്ചിട്ട് അതിൻ്റെ പേരിലാണ് അവരെ ട്രെയിൻ പിടിച്ചിരിക്കുന്നത്. അത് പാകിസ്ഥാൻ ഗവൺമെൻറ് വെടി അങ്ങ് തീർത്ത് കളഞ്ഞു. കാരണം 100 150 200-ലധികം പേര് റംസാനുമായിട്ട് പോകുന്ന, അത് മിലിറ്ററി കമ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരെയാണ് കയറി പിടിച്ചേക്കുന്നത്. ഇവരെ റെസ്ക്യൂ ചെയ്ത് ആരൊക്കെയാണ് നിന്നും പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുന്നില്ല. അതാണ് പറയുന്നത്, എല്ലാവരെയും ഫ്രീ. ആരെ ഫ്രീ ആക്കി? അതാണ് ചോദ്യം. ആരെയാണ് ഫ്രീ ആക്കിയത്? ഏകദേശം 500ഓളം പാകിസ്ഥാൻ സൈനികരെയാണ് ബലൂച്ച് ആർമി വധിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് എത്രത്തോളം വലിയ തലവേദനയായിട്ട് വർഷങ്ങളോളം നിലനിന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രദേശം, വലിയ ഒരു ഭൂപ്രദേശം, അവിടെ ഉള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പാകിസ്ഥാൻ സർക്കാരുമായി കൂടിച്ചേർന്ന് പോകാൻ താല്പര്യമില്ല. ഇതാണ് കാര്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങളായിട്ട് ഇവിടെ വലിയ രീതിയിൽ സമരം നടക്കുന്നു. ഈ സമരത്തെ കൃത്യമായിട്ട് ഇന്ത്യൻ ചാര സംഘടനകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാകിസ്ഥാന് നല്ല രീതിയിൽ പണി കൊടുക്കുന്നു. കാരണം എന്താണ്? കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിൽ തീവ്രവാദം പ്രചരിപ്പിക്കാനും തീവ്രവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കാനും നിരവധി ഇന്ത്യൻ സൈനികരെ വധിക്കാനും സാധാരണക്കാരായിട്ടുള്ള കശ്മീരിലെ ജനങ്ങളെ പോലും കൊന്നുകളയാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ ജനവിഭാഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവര്
പൂർണ്ണമായിട്ട് പാകിസ്ഥാൻ സപ്പോർട്ടായിട്ടുള്ള ആളുകളല്ല, അവര് ഇന്ത്യൻ സപ്പോർട്ടും പക്ഷെ തീവ്രമായിട്ടുള്ള ചില ജിഹാദി ഗ്രൂപ്പുകളിലെ വലിയ രീതിയിൽ ഒരു പിടിയിലുമാണ് ചില പ്രദേശങ്ങളിലെ ചില ആളുകൾ. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. പക്ഷെ അവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തോട് താല്പര്യമുള്ള ആളുകളും ഇന്ത്യക്കാരായിട്ടുള്ള ആ ഒരു എല്ലാ സംവിധാനങ്ങളിലും വലിയ തരത്തിൽ ആഗ്രഹിച്ച്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സംവിധാനങ്ങളിൽ കൃത്യമായിട്ട് നിലകൊള്ളണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ജിഹാദി ഗ്രൂപ്പുകളുടെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം, അതിപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലും ഇല്ല, ജമ്മു കാശ്മീരിൽ മാത്രമാണോ, തമിഴ്നാട്ടിലില്ല, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഈ ഭീകരവാദ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെയുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ എത്രയോ സ്ഫോടനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. എല്ലാ സ്ഫോടനവും നടന്നിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ, പാകിസ്ഥാനിൽ നിന്ന് പോലുമല്ല, നമ്മുടെ രാജ്യത്ത് നിന്ന് അകത്തു നിന്നും വലിയ രീതിയിലുള്ള സ്ഫോടന പരമ്പരകൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഭീകര രാഷ്ട്രം, അതിൽ കുറഞ്ഞതൊന്നും പറയാനില്ല. ആ രാജ്യത്തിന് കൃത്യമായിട്ട് സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നുള്ള നിലയിലേക്ക് ഞങ്ങളുടെ ഭൂപ്രദേശം ഞങ്ങളുടേതാക്കി മാറ്റണമെന്ന് ബലൂച്ച് ആർമി പറയുന്നത് പോലെ ആ വിഷയത്തിൽ ഒരു തരത്തിലും ചർച്ചയ്ക്കൊന്നും ചെയ്യാതെ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞൊരു 2 വർഷം കൊണ്ട് 25,000 ബലൂചിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ് അവിടെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് ബലൂചിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് കേവലം 2,500-3,000 ഇടയിൽ മാത്രമാണ് ഈ ബലൂച്ച് ആർമി ഉള്ളത്. അതിന്റെ സംഖ്യ അതാണ്. ഈ സംഖ്യ വെച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പൂർണ്ണമായിട്ട് അവിടുത്തെ ഭരണ സംവിധാനത്തെ, സൈനിക സംവിധാനത്തെ, ലോകത്തിലെ വലിയ സൈനിക ശക്തിയാണെന്നൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ ഇടക്കിടക്ക് പറയാറുണ്ട് പാകിസ്ഥാൻ. ഇന്ത്യയെ തകർക്കും, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ആക്രമിക്കും എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ വ്യോമസേന അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആളുകളുടെ ഇടയിൽ വെറും 2,500 സൈനികർ ഈ ബലൂച്ച് ആർമി കൃത്യമായിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ട്രെയിൻ പിടിച്ചെടുത്തുകൊണ്ട്, ജാഫർ എക്സ്പ്രസ് പിടിച്ചെടുത്തുകൊണ്ട് പൂർണ്ണമായിട്ടും ആർമിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ്. ഒരുപാട് നുണകൾ പറയുന്നുണ്ട് ഇവർ കൃത്യമായിട്ടുള്ള കണക്കൊന്നും പാകിസ്ഥാൻ പറയുന്നില്ല. യഥാർത്ഥത്തിലുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രദേശത്ത് വെച്ചാണ് ഒരു വലിയൊരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. ഈ ഒരു ഓപ്പറേഷനിലൂടെ ഉണ്ടായിരിക്കുന്ന സംഭവം പൂർണ്ണമായിട്ടും ലോകത്തിന്റെ മുന്നിൽ പാകിസ്ഥാൻ നാണം കെടുന്ന അവസ്ഥ തന്നെയാണ്. നാണം കെട്ടു എന്ന് തന്നെ പറയും. കാരണം 1% പോലും അവർക്കിതിൽ കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ്, അവിടുത്തെ ആ പിടിക്കപ്പെട്ടിരിക്കുന്ന ബന്ദികളായിട്ടുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ കേരളത്തിലുള്ള പല മാധ്യമങ്ങളും വലിയ രീതിയിലുള്ള പിന്തുണ കൊടുത്തുകൊണ്ട്, സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് പറയുന്നത് ബലൂചിസ്ഥാൻ ആർമിയെ തകർത്തുകൊണ്ട് ബന്ദികളെ മുഴുവൻ പാകിസ്ഥാൻ സൈനികർ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതിലൊക്കെ നമ്മൾക്കറിയാം, ഇത് പാകിസ്ഥാൻ ഒരിക്കലും സത്യം പറയുന്ന ഒരു രാജ്യമല്ല. ഇന്ത്യയെ ആക്രമിക്കാൻ കാർഗിലിൽ പാകിസ്ഥാൻ സൈന്യം കാർഗിൽ മലകളുടെ മുകളിൽ വന്നിരുന്നു കൊണ്ട് ഇന്ത്യൻ സേനയ്ക്ക് നേരെ ഫയർ ചെയ്തിട്ട് അവർ പറയുന്നത് അത് പാകിസ്ഥാൻ സൈനികരല്ല എന്നായിരുന്നു ആ സമയത്ത്. പിന്നെയാണ് ഒരു 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് പറഞ്ഞത്, എന്ത് ഞങ്ങൾ സൈനികർ തന്നെയാണ്, അവിടെ പാകിസ്ഥാന്റെ സൈനികർ തന്നെയാണ് മലയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യൻ സൈന്യത്തെ ആക്രമിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതാണ് ഈ ജിഹാദി ഗ്രൂപ്പുകളുടെ പ്രധാനപ്പെട്ട നിലപാട്. അപ്പോൾ പാകിസ്ഥാന് ഗംഭീര പണിയാണ് ഈ ബലൂച്ച് ആർമി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, സംശയമില്ല.